PM ശ്രീ വിവാദം പൊടിപൊടിക്കുകയാണ്. ഇന്ന് യഥാർത്ഥത്തിൽ ഒരു അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ്. അതായത് CPI ഇന്ന് വൈകുന്നേരം ഉള്ള മന്ത്രിസഭാ യോഗം ഒരു 3:30 മണിക്കാണ്. സാധാരണ രാവിലെ 10 മണിക്ക് നടക്കുന്ന മന്ത്രിസഭാ യോഗം ഇന്ന് 3:30 അതിൻ്റെ കാരണം അതിനിടയിൽ എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് പീഡിപ്പിച്ച് ഒരു വല്ല സമവായത്തിലുമൊക്കെ ഒന്ന് എത്തിച്ച് ഈ മന്ത്രിമാർ, അതായത് CPIയുടെ 4 മന്ത്രിമാരും മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാക്കണം എന്നുള്ള ഒരു പ്രശ്നത്തിലേക്ക് CPM ഇങ്ങനെ യഥാർത്ഥത്തിൽ വഴുതി വീണിരിക്കുകയാണ്. നേരത്തെ ഈ ആപ്പൂരിയ കുരങ്ങൻ്റെ സ്ഥാനത്ത് CPI ആയിരുന്നെങ്കിൽ ഇപ്പോൾ ആപ്പൂരിയ കുരങ്ങൻ്റെ സ്ഥാനത്ത് CPM ആണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചേക്കുന്നത്. ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നാണമില്ല എന്നുള്ളതാണ്. കാരണം സ്വന്തം അണികളെപ്പോലും അറിയിക്കാതെ പരമരഹസ്യമായിട്ട് മന്ത്രിസഭാ യോഗത്തിൽ 2 തവണ അജണ്ടയിൽ വന്ന കാര്യം ചർച്ചയ്ക്ക് അത് CPIയുടെ എതിർപ്പിനെ കാരണം മാറ്റിവെച്ചു പോയ ഒരു കാര്യം മന്ത്രിസഭയെ അറിയാതെ ആ ഒരു ഗവൺമെൻറ് സെക്രട്ടറി പോയി ഈ കരാർ ഒപ്പിടുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത് കോടതി പോയാൽ ഇവർ വിവരം അറിയും, ബുദ്ധിമുട്ടാണ്. അപ്പോൾ പറയുന്നത് ഇനിയിപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് കേട്ടു, അതായത് അതൊന്നും ഇവിടെ പഠിപ്പിക്കത്തില്ല, മറ്റേത് ഇവിടെ പഠിപ്പിക്കത്തില്ല, പുസ്തകങ്ങളൊക്കെ ഇവിടെ തന്നെ തയ്യാറാക്കും. അതൊക്കെ സ്വപ്നമാണ്, പുസ്തകം ഇവിടെ തന്നെ തയ്യാറാക്കുമെന്ന്. ഈ PM ശ്രീ എന്താണെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഈ പറയുന്നത്. അല്ലെങ്കിലും അത് ശിവൻകുട്ടി ഇതൊന്നും അറിഞ്ഞതല്ല. അതുകൊണ്ട് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നതിൽ ഒരർത്ഥവും ഇല്ല ഇത്. കാരണം ഒപ്പിടാൻ പറഞ്ഞു, അത് ചിലപ്പോൾ ശിവൻകുട്ടി പോലും അറിഞ്ഞു കാണത്തില്ല ഈ ഒപ്പിടുന്ന വിവരം. ആ രീതിയിലാണ് കാര്യങ്ങൾ പോയത്. എന്തു സ്പീഡായിരുന്നെന്നറിയാമോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ അതിൻ്റെ സ്പീഡ്. മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പോകുന്നു, റെഡിയായി ഇങ്ങോട്ട് വരുന്നു, വന്ന് 4-ൻ്റെ അന്ന് ഇത് മുഴുവൻ ശരിയാക്കുന്നു. ഇമ്മീഡിയറ്റ്ലി ഒരു മനുഷ്യനും അറിയാതെ, ഇടത് മുന്നണിയിൽ ആലോചിക്കാതെ, സ്വന്തം പാർട്ടി പോലും അറിയാതെ, പാർട്ടിയിലെ ഉന്നതരെ പോലും അറിയിക്കാതെ, ഉന്നതരെന്ന് പറയുന്ന വേറെ ആരുമില്ല, ഉന്നതരെ അദ്ദേഹം തന്നെ, അതാ കാര്യം. ഏതായാലും ഒരു മനുഷ്യനെ അറിയിക്കാതെ ഇതങ്ങ് ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഇതെന്തോ രഹസ്യമായിട്ട് ഒപ്പിട്ടു. അതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയാണ്, ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഡൽഹിയിൽ പോയി ജന്തർ മന്ദറിൽ അവിടെ പോയിരുന്ന് നയിച്ചതാണ് അദ്ദേഹം കേട്ടോ. ബാക്കിയുള്ള മുഖ്യമന്ത്രിമാരെ എല്ലാം, അതായത് ഈ BJP മുഖ്യമന്ത്രിമാരല്ലാത്ത ആളുകളുടെ എല്ലാം കൂടെ കൂട്ടിയിരുന്നിട്ട് ഇതിനെതിരെ ഇത് ഒന്നതാണ്, ഇത് കാരണം കിട്ടാനുള്ള ഫണ്ട് കൊടുക്കുന്നില്ല, അത് കൊടുക്കുന്നില്ല, ഇത് കൊടുക്കുന്നില്ല എന്നൊക്കെ. സ്റ്റാലിൻ എന്തായാലും ഒരു കാര്യം ചെയ്തു, കോടതി ഇപ്പം തീരുമാനിച്ചു. അത് സുപ്രീം കോടതിയിലേക്ക് പോയി അദ്ദേഹം അന്തസ്സായിട്ടുള്ള തീരുമാനം എടുത്തു. കാരണം ഇത് ഗവൺമെൻറ് കൊടുക്കേണ്ട ഒരു പണമെന്ന് പറയുന്നത് ഇതിന് നിർബന്ധമായിട്ടും യഥാർത്ഥത്തിൽ ഈ വിഹിതം കേരളത്തിനും കിട്ടണം, എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടണം. അതുകൊണ്ട് ഇത് ഒപ്പിട്ടാൽ മാത്രമേ വേറെ കാശ് വരുത്തുള്ളൂ എന്നൊക്കെ പറയാമെന്ന് പറയുന്നത് വളരെ വലിയ വൃത്തികേടാണ്. അങ്ങനെ പ്രഷറൈസ് ചെയ്തുകൊണ്ടിരുന്നു. ഇവർക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും പണം വാങ്ങിക്കണം, ഇലക്ഷനൊക്കെ വരികയാണ്, ഈ ഖജനാവ് ഒക്കെ വറ്റി വരണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ ധനമന്ത്രി പറയുന്നത് ഒരു പ്രശ്നവുമില്ല, സാമ്പത്തികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെന്നാണ്. ശരിയായിരിക്കും, കാരണം ഇതുപോലെ പണം കിട്ടുകയാണെങ്കിൽ ബുദ്ധിമുട്ടൊന്നും വരികയില്ല കിട്ടുന്നെങ്കിൽ. പക്ഷേ അത് കിട്ടണമെങ്കിൽ ഇത് അങ്ങോട്ട് ഒപ്പിട്ട് കൊടുക്കണം. അങ്ങ് ഒപ്പിട്ടു, റെഡിയായി. അപ്പോൾ ഗവൺമെൻറ് സെക്രട്ടറി യഥാർത്ഥത്തിൽ മന്ത്രിസഭയെ മറികടന്നുകൊണ്ട് ഇത് പോയി ഒപ്പിട്ടതാണോ എന്നൊരു ചോദ്യം വരും. അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമാണ്. കാരണം മന്ത്രിസഭയിൽ 2 തവണ അജണ്ടയിൽ വന്നിട്ട് അത് നടക്കാതെ പോയ കാര്യമാണ്, തീരുമാനമാകാതെ പോയ കാര്യം. മന്ത്രിസഭ പോലും അറിയാതെ ഗവൺമെൻറ് സെക്രട്ടറി കരാറിൽ ഏർപ്പെടുന്നു. എന്നിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തായാലും ഇവിടെ തല കുനിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ആരെയും മുഖത്ത് നോക്കാതെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ CPI മന്ത്രിമാർ ഈ നെല്ല് സംഭരണത്തെ സംബന്ധിച്ചുള്ള ഇന്നലത്തെ മീറ്റിങ്ങിൽ വന്നു. യഥാർത്ഥത്തിൽ ഭക്ഷ്യ വകുപ്പും അതേപോലെ തന്നെ കൃഷി വകുപ്പ് മന്ത്രിയും ഒക്കെ വന്നു. പക്ഷേ ഒരൊറ്റ ചോദ്യം, അതിൻ്റെ ആരൊക്കെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, പങ്കെടുക്കും ആ യോഗത്തിലെന്നൊക്കെ നേരത്തെ പറഞ്ഞതാണ്. മാത്രമല്ല ധനകാര്യ വകുപ്പ് മന്ത്രിയും ഈ ഭക്ഷ്യമന്ത്രിയും കൃഷിമന്ത്രിയും എല്ലാം കൂടെ ചേർന്ന് മില്ലുടമകളുമായിട്ട് നേരത്തെ ചർച്ച നടത്തിയതാണ്. അതുകൊണ്ട് ഇനി ആ മില്ലുടമകൾ ഇത് ഉണ്ടാവില്ല എന്നുള്ളത് നേരത്തെ അറിയാം. ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അറിയിക്കുകയും ചെയ്തു. ഇതൊക്കെ ഉണ്ട്. എന്നാലും ഒരൊറ്റ ചോദ്യം, മില്ലുടമകൾ അവിടെ
മില്ലുടമകൾ വന്നില്ല, ഞങ്ങൾ അവരുമായിട്ട് ചർച്ച നടത്തി. അവരില്ലാതെ എന്തോന്നാ ചർച്ച? വേണ്ട എന്ന് വെച്ചാൽ എഴുന്നേറ്റങ്ങ് പോയി. 1 മിനിറ്റ് കൊണ്ട് സംഭവം അങ്ങ് തീർത്തു. ഇതാണ് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഇന്നലെ നടന്ന സംഭവമാണ്. ഇതൊക്കെ എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ CPI മന്ത്രിമാരോടുള്ള ദേഷ്യമാണ്. കാരണം അവർ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കും എന്നവരറിയിച്ചു. അത് വലിയ പ്രശ്നമായി മാറി. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണം. ആകെപ്പാടെ ഞാൻ പറഞ്ഞില്ലേ, ഇല്ല ആ പൂരിയ കുരങ്ങൻ്റെ അവസ്ഥയിലായി അദ്ദേഹം ഇപ്പോൾ. അതാണ് സംഭവിച്ചേക്കുന്നത്. കാരണം ഇതിങ്ങനൊരു നടപടി CPIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയില്ല. അവർ ശാലമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആണെന്ന് പറയാം, അവന്മാർ പലതും പറയുമ്പോൾ അങ്ങനെ പോവും എന്നുള്ള ഒരു ധാരണയിലെടുത്തതാണ് കാര്യം. പക്ഷെ സംഭവം ഇത് മുറിവ് വന്നു കഴിഞ്ഞപ്പോൾ ഒന്നും പറ്റാതായി, ആ രീതിയിലായി. ഇപ്പോൾ CPI പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കരാർ റദ്ദാക്കണം, അതാണ് അവരുടെ ആവശ്യം. അപ്പോൾ കരാർ റദ്ദാക്കും. അല്ല അത് അപ്പോൾ ഇപ്പോൾ ഏതായാലും ശരി, ഇന്നിപ്പോൾ ഇത് വളരെ വലിയ സമവായ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ അങ്ങ് ആത്മവിശ്വാസത്തോടു കൂടി നമ്മുടെ ബഹുമാനപ്പെട്ട സജി ചെറിയാൻ പറയുന്നത് കേട്ടോ, സാംസ്കാരിക വകുപ്പ് പറയുന്നത് എന്താണെന്നറിയോ? 4 CPI മന്ത്രിമാരും പങ്കെടുക്കും മീറ്റിങ്ങിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ മുട്ടുമടക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് കാണേണ്ടത്. ഇനി വെറുതെ വിളിച്ച് പറഞ്ഞാൽ അദ്ദേഹം സാധാരണ ഇങ്ങനെ ഒരുപാട് സംസാരിക്കാറുണ്ട്. ഭരണഘടനയെക്കുറിച്ചൊക്കെ വളരെ അപഗാധമായ അറിവുള്ള ആളല്ലേ, അപ്പോൾ സംസാരിക്കാറുണ്ട്. അങ്ങനെ സംസാരിച്ചതാവാനും മതി. ഏതായാലും അത് ഞങ്ങൾ ഇത് എല്ലാം മന്ത്രിമാർ ഒക്കെ 4 മന്ത്രിമാരും അതിൽ പങ്കെടുക്കും. അങ്ങനെ ആ രീതിയാണ്. അപ്പോൾ സംഭവം ഇപ്പോൾ അവസാനം മനസ്സിലാക്കുന്നത് ഇത് മുട്ടുമടക്കാൻ, അതായത് CPM മുട്ടുമടക്കാൻ, CPIയുടെ മുമ്പിൽ മുട്ടുമടക്കാൻ തയ്യാറായി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തുമാത്രം ശരിയാണെന്ന് ഇതുവരെ സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെയാണ് ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിന് കത്തയക്കും. അതായത് ഇത് ഞങ്ങൾക്കിവിടെ ഈ സാങ്കേതിക കാരണങ്ങളാൽ ഇത് നടപ്പാക്കാൻ പറ്റുന്നതല്ല എന്നുള്ളതും, അത് ഈ കരാറ് തന്നെ മരവിപ്പിക്കാം. മരവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒപ്പിട്ടിട്ട് ഏകപക്ഷീയമായിട്ട് ഒരാൾക്ക് മരവിപ്പിക്കാൻ ഒക്കും. ഇത് ആരെടുത്താൽ ഇതൊക്കെ പറയുന്നേ? കരാർ അങ്ങ് മരവിപ്പിക്കും തൽക്കാലത്തേക്ക് എന്ന് പറഞ്ഞാൽ മരവിപ്പിക്കാനൊന്നും പറ്റത്തില്ല ഒരു കരാറിൽ ഏർപ്പെട്ടിട്ട്. അത് കോടതിയുടെ തീരുമാനം വേണമില്ലെങ്കിൽ ഇതെന്തായാലും വിവരം അറിയുന്നത് ഇപ്പോൾ CPI യഥാർത്ഥത്തിൽ നിയമപരമായിട്ട് നീങ്ങുകയാണെങ്കിൽ ഉണ്ടല്ലോ, അവർ മന്ത്രിസഭാ യോഗം ഒന്നും ബഹിഷ്കരിക്കാതെ തന്നെ അവർ ഹൈക്കോടതിയിൽ ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് അടിച്ചു പോകത്തേ ഉള്ളൂ. കാരണം മന്ത്രിസഭ തീരുമാനമെടുക്കാതാണ് ഈ പോളിസി ഡിസിഷൻ എടുത്തേക്കുന്നത്. ഒരു പോളിസി ഡിസിഷൻ എടുക്കാൻ സെക്രട്ടറിക്ക് അധികാരം ഇല്ല, ഗവൺമെൻറ് സെക്രട്ടറിക്ക്. അതുകൊണ്ട് തന്നെ ഇതിന് നിയമപരമായിട്ടുള്ള പിൻബലം കിട്ടത്തില്ല. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി പറഞ്ഞതുപോലെ പാഠ്യപദ്ധതിയൊക്കെ ഇവിടെ തന്നെ തയ്യാറാക്കും, പാഠപുസ്തകങ്ങളൊക്കെ ഇവിടെ തന്നെ തയ്യാറാക്കും. അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ്. PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി യഥാർത്ഥത്തിൽ NEPയുടെ ഭാഗമാണ്. NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 കൊണ്ടുവന്നതാണ്, നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് കൊണ്ടുവരാൻ കാരണം അന്ന് സ്മൃതി ഇറാനി ആയിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അത് വിദ്യാഭാരതി തയ്യാറാക്കി കൊടുത്ത ആ ഇടപാടാണ് NCERTക്ക് കൊടുത്തിട്ട് ഇത് പുതിയ വിദ്യാഭ്യാസ നയം എന്നുള്ള രീതിയിൽ 2020 അടിച്ചിങ്ങ് വന്നത്. അത് യഥാർത്ഥത്തിൽ RSSൻ്റെ നാഗ്പൂർ ആസ്ഥാനത്ത് വെച്ച് അവിടെ അന്ന് പറയപ്പെടുന്നുണ്ട് പ്രധാനമന്ത്രി പോയെന്നാണ് പറയുന്ന ചർച്ചയിൽ. അങ്ങനെ മാധ്യമങ്ങളന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഒരു ചർച്ചയൊക്കെ നടത്തി അവിടെ തീരുമാനിച്ച കാര്യമാണിത്. അപ്പോൾ അവരുടെ അജണ്ട നടപ്പാക്കുക എന്നുള്ളതല്ലാതെ വേറെ ഇതിന് കാരണമൊന്നുമില്ല. മാത്രമല്ല ഇത് വളരെ കാതലായ വ്യത്യാസമുണ്ട് ഇതിനകത്ത്. നമ്മുടെ പാഠ്യപദ്ധതി മുഴുവൻ വളരെ വലിയ തകർച്ചയിലേക്ക് പോകും. ഇതിനെക്കുറിച്ച് വലിയ KS രാധാകൃഷ്ണൻ, നമ്മുടെ മുൻ വൈസ് ചാൻസലർ ഉണ്ടല്ലോ, അദ്ദേഹം എഴുതിയ ഒരു ലേഖനം ഞാനിന്ന് വായിക്കാനിടയായി. ഇതുകൊണ്ടെന്താ കുഴപ്പമൊന്നും? ഇതുകൊണ്ട് അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല, ശരിയാണ്. കാരണം ഇനി പഠിക്കണ്ടല്ലോ. കാരണം നമുക്ക് ഈ വയസ്സായി കഴിഞ്ഞാൽ പിന്നെ പഠിക്കേണ്ട കാര്യം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ശ്രീ KS രാധാകൃഷ്ണനൊക്കെ ആലോചിക്കേണ്ടത്. അതായത് ഇത് നമ്മളിപ്പോൾ 10+2 എന്നുള്ള വിദ്യാഭ്യാസ രീതി നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ല ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. മാത്രമല്ല ഇവിടുന്ന് ഒരുപാട് കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ ഫ്ലൈയിങ് കളേഴ്സിൽ പഠിച്ച് വിദേശങ്ങളിലും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് മുഴുവൻ മാറി മറിയും. ഇനി വരാൻ പോകുന്ന 10+2 പകരം 5+3+3+4 എന്ന് പറയുന്നതാണ്. അതായത് വിദ്യാഭ്യാസം തുടങ്ങേണ്ട എന്താണെന്നറിയോ? കുഞ്ഞുങ്ങൾക്ക് 3 വയസ്സ് മുതൽ 7 വയസ്സ് വരെ 3 വയസ്സുകാരന് വിദ്യാഭ്യാസം കൊടുക്കുന്ന സംസ്ഥാനം ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇവിടെ ലോകത്തെവിടെങ്കിലും ഇത് കേൾക്കാനുണ്ടോ?
ഏറ്റവും കൂടുതൽ ഹാപ്പി കൺട്രീസ് എന്നറിയപ്പെടുന്ന നമ്മുടെ സ്കാൻഡിനേവിയൻ കൺട്രീസ്, അതായത് ഡെൻമാർക്ക്, സ്വീഡൻ, നോർവേ ആൻഡ് ഫിൻലാൻഡ്, ഈ രാജ്യങ്ങളിൽ പോലും 6 വയസ്സിലാണ് വിദ്യാഭ്യാസം തുടങ്ങുന്നത്. കാരണം അവർക്കറിയാം കുഞ്ഞെങ്ങനെ വളരണം, എങ്ങനെ വേണം എന്നുള്ളത്. കുഞ്ഞുങ്ങളുടെ അവകാശത്തെ ഹനിക്കുന്നതല്ലേ. 3 വയസ്സിൽ വിദ്യാഭ്യാസം തുടങ്ങുക. 3 വയസ്സ് മുതൽ 7 വയസ്സ് വരെ പ്രീ പ്രൈമറി. അത് കഴിഞ്ഞിട്ടുണ്ടാകുന്നല്ലോ 7 മുതൽ 9 വരെ ലോവർ പ്രൈമറി. ഇനി 9 മുതൽ 12 വരെ ഉള്ളത് അപ്പർ പ്രൈമറി. അത് കഴിഞ്ഞാണ് ഹയർ സെക്കൻഡറി. പിന്നെ മനസ്സിലായി, ഇതാണ് പോകുന്നത്. അപ്പോൾ 5 വർഷം ആദ്യം അങ്ങ് പഠിപ്പിക്കുക. എന്നിട്ട് 6ാം ക്ലാസ്സിൽ മുതൽ പഠിപ്പിക്കേണ്ട പാഠ്യപദ്ധതിയുടെ കാര്യമായി പറയുന്നത്, 6ാം ക്ലാസ് മുതൽ അവരെ ഈ നിർമ്മാണ പ്രവൃത്തികളും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യാഭ്യാസവും ഒക്കെ അവർക്ക് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഈ മൺപാത്ര നിർമ്മാണം, ആശാരിപ്പണി, അതുപോലെ മേച്ചിരിപ്പണി, ഇങ്ങനെയുള്ള പണികളിലൊക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം 6 വയസ്സ് മുതൽ. അപ്പോഴത്തേക്ക് എന്താ കാര്യം, അപ്പോൾ 6ാം ക്ലാസ് മുതൽ, 6ാം ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് വരുന്ന പ്രായം എന്ന് പറയുന്നത് 6ാം ക്ലാസ് ആകുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു 12 വയസ്സ് വരും. ഈ 12 വയസ്സിലൊക്കെ ഉണ്ടല്ലോ അവൻ്റെ മനസ്സ്, അന്നേരം മുതൽ യഥാർത്ഥത്തിൽ അവന് കൊടുക്കാൻ പോകുന്ന വിദ്യാഭ്യാസമാണ് ഞാൻ ഈ പറഞ്ഞത്. മാത്രമോ പാഠ്യപദ്ധതിയിൽ എന്താ ഉള്ളത്, പാഠ്യപദ്ധതിക്കകത്ത് വരാൻ പോകുന്നത് ഇതിന് ഈ സമയത്ത് ഈ ബാക്കി ഉള്ള കാര്യങ്ങൾ, ജ്യോത്സ്യം വളരെ അത്യാവശ്യമല്ലേ, ജ്യോതിഷം, അതേപോലെ തന്നെ പിന്നെ നമ്മുടെ വാസ്തു, ഇതൊക്കെ. ഇനി അതിനകത്ത് പശുവിൻ്റെ മൂത്രത്തിൻ്റെ ഗുണവും ചാണകത്തിൻ്റെ ഗുണവും കൂടെ കാണും. അതുപോലൊക്കെയുള്ള കാര്യങ്ങളാണ്, വികലമായ കാര്യങ്ങളാണ് ഇത് കൊണ്ടുവരേണ്ടത്. ആ പാഠ്യപദ്ധതി കൂടെ അംഗീകരിക്കത്തില്ല എന്ന് ശിവൻകുട്ടി വിളിച്ചു പറഞ്ഞു. പക്ഷെ ബോധമില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ, കൺകറൻറ്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. കൺകറൻറ്റ് ലിസ്റ്റിലായപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും ഒരേപോലെ അധികാരമുണ്ട് ആ കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ. പക്ഷെ സെൻട്രൽ ഗവൺമെൻറ് ഒരെണ്ണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവരുന്നതേ പ്രിവൈൽ ചെയ്യുള്ളൂ ഭരണഘടന അനുസരിച്ച്, കൺകറൻറ്റ് ലിസ്റ്റ് ആണെങ്കിലും. ഇവിടെ പഠിപ്പിക്കുകയല്ല. അതായത് എന്താണെന്നറിയോ, സെൻട്രലൈസ്ഡ് ടെക്സ്റ്റ് ബുക്കാണ് ഇനി വരാൻ പോകുന്നത്. അതായത് പല സംസ്കാരങ്ങളുള്ള സംസ്ഥാനങ്ങളാണ് നമ്മുടെ ഈ രാജ്യത്തുള്ളത്. കാരണം അരുണാചൽ പ്രദേശിലോ അല്ലെ ആസാമിലോ ഉള്ളവരും ആളുകളോ നമ്മുടെ കേരളത്തിലുള്ള ആരുമായിട്ടോ നമുക്കൊരു താരതമ്യ പഠനം പോലും ഒക്കത്തില്ല. അത്ര അജഗജാന്തര വ്യത്യാസമാണ്. അവിടാണ് ഇതെല്ലാം കൂടെ അടിച്ച് സെൻട്രലൈസ്ഡ് ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവരുന്നത്. ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ പെടുത്തും. കാരണം ഇവിടെ ഉള്ള എവനൊന്നും രക്ഷപ്പെടരുത്. ഈ പിള്ളേർ ഇനിയുള്ളവർ അവരെല്ലാം ഇവരുടെ, അതായത് ഈ പറയുന്ന കാവ്യവൽക്കരണത്തിൻ്റെ കീഴിൽ നിന്നോണം. അത് നിർത്താനുള്ള മാർഗമാണ് ഈ ചെയ്തേക്കുന്നത്. അശാസ്ത്രീയമായിട്ടുള്ള ഈ തീരുമാനങ്ങൾ, അതായത് ഞാൻ പറഞ്ഞില്ലേ, ജ്യോതിഷം, വാസ്തു, അതുപോലെ തന്നെ നമ്മുടെ ഈ യോഗ, ഇതൊക്കെയാണ് പഠിപ്പിക്കാൻ പോകുന്നത്. യോഗ മാസ്റ്ററാക്കും, ശരിയാണ്. ഒരു കോണോന് കൊടുത്തുകൊണ്ട് നിന്ന് കളിക്കുന്ന യോഗ മാസ്റ്ററാക്കി ഒരുത്തനെ അങ്ങ് മാറ്റും. ഇതാ ചെയ്യുന്നത്. ലോകത്തിന് മുമ്പിൽ ഇതുപോലെ നമ്മൾ വളരെയധികം അത്ര വലിയ നമ്മൾ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടിരുന്ന നമ്മൾ ഇനി പോകാൻ പോകുന്ന എങ്ങോട്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഇതിനെ എതിർത്തതാണ് CPM ഒക്കെ ഉള്ള ഇടതുപക്ഷ പാർട്ടികളെല്ലാം. പെട്ടെന്നാണ് ഒരു മനമാറ്റം ഉണ്ടായത് കേട്ടോ. മനമാറ്റം ഉണ്ടായത് അതെന്ത്, അന്ന് എനിക്കിഷ്ടമല്ല, പക്ഷേ എനിക്ക് ഇന്ന് അതങ്ങ് നയം മാറ്റി ഞാൻ എന്നൊക്കെ ഇരുന്നങ്ങ് വിളിച്ചു പറയല്ലേ, നാണമില്ലേ പറയാൻ. ഒരു മനുഷ്യനെ അറിയാതെ രഹസ്യമായിട്ട് കൊണ്ടുപോയി ഇത് ഒരു പ്രശ്നം വരികയല്ലേ നേരിച്ച് ഒപ്പിട്ട് റെഡിയാക്കിയാൽ കൊടുത്തു. എന്നിട്ട് പറയും ഇനി ഇതിട്ട് മരവിപ്പിക്കുക. ആരാ മരവിപ്പിക്കുന്നത്? കേരള ഗവൺമെൻറ് വിചാരിച്ചാൽ ഇത് മരവിപ്പിക്കാൻ പറ്റത്തില്ല. സെൻട്രൽ ഗവൺമെൻറ് കനിയണം. കാരണം ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ് എൻ്റർ ചെയ്തേക്കുന്നത്. ആ എഗ്രിമെൻറ്റിനകത്തുനിന്ന് സ്വമേധയാ ഒരാൾക്ക് മാത്രമായിട്ട് മാറാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ആ കരാർ റദ്ദാക്കണം എന്ന് പറഞ്ഞ് കോടതി പോകണം. യഥാർത്ഥത്തിൽ CPI ഇത് കോടതി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല അടി കിട്ടും, അത് ഉറപ്പാണ്. ആ രീതിയിലേ വരുവുള്ളൂ തീരുമാനം. ഇനി എന്തോ ആവട്ടെ, എന്തായാലും ഇനിയിപ്പോൾ കത്തെഴുതണം സെൻട്രൽ ഗവൺമെൻറ്റിന്. ഞങ്ങൾ ഇതിനിപ്പോൾ തയ്യാറല്ല, തൽക്കാലം ഇത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് കത്തെഴുതാൻ പറഞ്ഞു. കത്തെഴുതിയുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ആ കത്തിന് എന്താ വിലയുള്ളേ? കാരണം എഗ്രിമെൻ്റ് കഴിഞ്ഞു, പിന്നെ കത്തിന് എന്താ പ്രയോജനമുള്ളത്? ഇനി അതുപോലെ ചില വ്യവസ്ഥകൾ അതിൽ നിന്ന് അങ്ങനെ മാറ്റണം, ഇങ്ങനെ മാറ്റണം. ഇനി അത് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ട്? എഗ്രിമെൻ്റ് ഒപ്പിട്ടിട്ട് അതിൽ വ്യവസ്ഥ മാറ്റണമെന്ന് പറയാൻ പറ്റുമോ?
ഇതെങ്കിലും കോമൺ സെൻസ് പോലും ഇല്ലാത്ത ആളുകളാണ് ഇതൊക്കെ പറയുന്നത്, ഈ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഈ പ്രശ്നം CPI ആഗ്രഹിക്കുന്ന വിധത്തിൽ തീരും എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ CPM-ന് ഇതെങ്ങനെയെങ്കിലും തീർക്കണം, നാണക്കേടിൽ നിന്ന് തലയുയരണം. ഇപ്പം മുട്ടുമടക്കാൻ തയ്യാറാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആകെപ്പാടെ അടിച്ചിലിപ്പെട്ട ഒരവസ്ഥയാണ്. കാരണം ഇതങ്ങ് ചെയ്തു പോയി, അത് വിരട്ടിയതാണ്, അതാ കാര്യം. അതിൻ്റെ കാരണം എന്തോന്നും ബാക്കി എല്ലാവർക്കും അറിയാമല്ലോ. അത് കാരണം ഞാൻ അതിനെക്കുറിച്ചൊന്നും ബാക്കി പറയുന്നില്ല. അത് രാഷ്ട്രീയമായിട്ട് മാറുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ ചെയ്ത അനാവശ്യമാണ്. അദ്ദേഹത്തിന് ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കാൻ കഴിയുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്വന്തം അണികൾ പോലും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏതാണ്ട് ഒരു ചെറിയ ക്ലിപ്പിങ്, അത് സത്യമാണെന്ന് അറിഞ്ഞില്ല. ഞാൻ ദേശാഭിമാനത്തിന് ഞാൻ കണ്ടില്ല. ഇതിനെ PM ശ്രീ എന്തിനെ എതിർക്കണം എന്നുള്ള രീതിയിൽ ദേശാഭിമാനി പോലും ആ രീതി ചിന്തിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു കേൾക്കുന്നു. വളരെ അതിശയമാണ്. എനിക്കറിഞ്ഞൂടാ എന്താണെന്ന് ഈ സംഭവിക്കാൻ പോകുന്നത്. എന്തോ ആയാലും ശരി, ഇത് ആകെപ്പാടെ വളരെ ബുദ്ധിമുട്ടുണ്ടായി, ആകെ കുളമായി കിടക്കുകയാണ്. ഇന്ന് എങ്ങനെ ഇനി നീന്തി കരകയറും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ആശയങ്ങളൊക്കെ CPIയുടെ മുമ്പിലോട്ട് വെച്ചു കൊടുക്കുക. പക്ഷേ ഇത് അവർ അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഈ കരാറ് റദ്ദാക്കണം. കാരണം ഇത് മന്ത്രിസഭാ തീരുമാനത്തിനെ മറികടന്നുകൊണ്ടുള്ള ഒരു കരാർ ഒപ്പിടലാണ് നടന്നേക്കുന്നത്. ആ ഒരൊറ്റ കാര്യത്താൽ ഇത് മന്ത്രിസഭാ ഇത് CPM-ന് പറയാൻ ഇനി ഒറ്റ മാർഗ്ഗമുള്ളൂ. മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യാതെ തീരുമാനമായിപ്പോയി, ഇത് അങ്ങനെ ഒപ്പിടാനിടയായി, അത് തെറ്റാണ്, ഒരു പോളിസി ഡിസിഷനാണ്, ഇതങ്ങനെ എടുക്കാൻ പറ്റിയതല്ല എന്ന് പറഞ്ഞ് അതുകൊണ്ട് ആ കരാറിന് വിലയില്ല, ഞങ്ങളിത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് ടോട്ടലി അതിൽ നിന്ന് അങ്ങ് മാറിയാൽ തലയൂരി എടുക്കാം. ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല.